ഫ്രണ്ട്സ് RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്തവരാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പം ജസ്റ്റ് നമുക്ക് നേരെ നോട്ടീസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നോട്ടീസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഇതിൽ നിങ്ങൾക്ക് കാണാം CN 2/2024 അതായത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ നമ്പർ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 2/2024 കേട്ടോ. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്കും ഗ്രേഡ് 3ലേക്കും അപ്ലൈ ചെയ്തവരാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ളവർ കണ്ടാൽ മതി. അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അപ്ലൈ ചെയ്തെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് RRB തന്നിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് കൂടെ കാണാം. ഫോട്ടോ സിഗ്നേച്ചർ ഈ പറയുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോ സിഗ്നേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന റെയിൽവേ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിലല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അങ്ങനെ മിസ്റ്റേക്കുകൾ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് RRB എന്നെ മെയിലായിട്ടും SMS ആയിട്ടും അവരെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൽ ഓപ്പൺ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് നോക്കുക. അതിലെന്തെങ്കിലും ഇത്തരത്തിലുള്ള മെസ്സേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡേറ്റ് 3/6/2024 മുതൽ നിങ്ങൾക്ക് 7/6/2024 വരെ റെയിൽവേ ടൈം തന്നിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റെയിൽവേ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നല്ല ക്ലിയറുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ആ ഒരു റേഷ്യോയിലുള്ള മീൻസ് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ആ ഒരു റേഷ്യോയിലുള്ള കറക്റ്റ് ആ ഫോട്ടോ നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് ആയിരിക്കും വരാം. അപ്ലൈ എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ മൊബൈൽ നമ്പർ ഒരു ഇമെയിൽ ID നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് കൂടെ കാണാം. 3/6/2024 മുതൽ നിങ്ങൾക്ക് 3/6/2024 മുതൽ നിങ്ങൾക്ക് 7/6/2024 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ലിങ്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ, ഫോട്ടോയും സിഗ്നേച്ചറും എഡിറ്റ് ചെയ്യാനുള്ളൂ. അതിന് നമ്മൾ യാതൊരു ഫീയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം. അത് നിങ്ങൾ ഈ പറഞ്ഞിട്ട് ഇത്തരം ഇമെയിലും SMS വന്നിട്ടും നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ദിവസത്തിൽ 7/6/2024 ഉള്ളിൽ അത് എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവുമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വേറെ മെസ്സേജോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടീസ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്കും ഗ്രേഡ് 3ലേക്കും അപ്ലൈ ചെയ്തവർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് കറക്റ്റ് RRB പറഞ്ഞിരിക്കുന്ന ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് അതിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ പറയുന്ന രീതിയിൽ തന്നെയാണോ നമ്മുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പിക്സൽ റേഷ്യോ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലോ SMS ആയിട്ടൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ഓക്കെ, അത് ചെയ്തതിന് ശേഷം വന്നിട്ടില്ലെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവിടെ കാണാം 3/6/2024 7/6/2024 ഉള്ളിൽ ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലൊന്ന് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. അവിടെ എന്തെങ്കിലും എന്താണ് കറക്ഷനോ എന്തെങ്കിലും ഈ പറയുന്ന ഫോട്ടോ എററോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ നോക്കുക. ഉറപ്പ് വരുത്തട്ടോ, നമ്മൾ തന്നെ ഉറപ്പ് വരുത്തുക. കാരണം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് നമുക്ക് മെയിൽ വന്നോളണമെന്നൊന്നുമില്ല ചിലപ്പം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് നമ്മൾ ഈ പറയുന്ന 3/6/2024 7/6/2024 നമ്മുടെ എന്ത് ചെയ്യുക, സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അത് മാറ്റിയിട്ട് വേറെ ഫോട്ടോയും സിഗ്നേച്ചറും എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് തന്നെ ഉണ്ടാവില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് നമ്മൾ ക്ലാരിറ്റിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പിക്സൽ സൈസ് ഇതൊന്നും ഓക്കെ അല്ല നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ സ്റ്റുഡിയോയിൽ പോകുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോട്ടോ കയ്യിലില്ലെങ്കിൽ ഉടനെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, അത് നേരെ അവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, സിഗ്നേച്ചറും അതുപോലെ നല്ല ക്ലിയർ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കേട്ടോ. താങ്ക് യു.